ചേട്ടാ, ഇത് ചാലക്കമ്പളത്തിൽ നിന്ന് വാങ്ങിയ വെളിച്ചെണ്ണയാണ്. ഇത് ശരിക്കുള്ള വെളിച്ചെണ്ണയാണോ? പ്യൂർ ആണോ? അല്ല, ഇതാണ് പ്യൂർ. വ്യത്യാസം കണ്ടുപിടിക്കാം. ഇത് വെച്ചാലും ഫ്രിഡ്ജിലെ പാലാവും, ഇത് വെച്ചാലും ഇത് പാലാവില്ല. ഞാൻ വെട്ടി വെക്കാനാണ്. എനിക്ക് ശമ്പളം കൊണ്ട് ഞാൻ തരാം. നിങ്ങൾ ഇവിടെ ഇല്ല, എവിടെ കൊണ്ടുപോയാലും ശരി, ഏത് ഡൽഹിക്ക് ഏതോ കൊണ്ടുപോയാലും ശരി, ഇതേ കളർ വരും. എല്ലായിടത്തും ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണ ശുദ്ധമാണോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. വലിയ വില കൊടുത്ത് വെളിച്ചെണ്ണ വാങ്ങുന്ന പൊതുജനം വാങ്ങിക്കഴിക്കുന്ന എണ്ണ ശുദ്ധമാണോ എന്നെങ്കിലും അറിഞ്ഞിരിക്കണം. അതിനൊരു വഴിയുണ്ട്. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഈ വെളിച്ചെണ്ണ വച്ചാൽ മതി. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ വിഭാഗമായ FSSAI നിർദ്ദേശിക്കുന്ന പരിശോധനാ മാർഗമാണിത്. പരമാവധി അരമണിക്കൂറേ വെളിച്ചെണ്ണ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാവൂ, അതും ഫ്രീസറിലാകരുത്. ഇപ്പോൾ സമയം 5:30. അരമണിക്കൂർ കഴിഞ്ഞ് നോക്കാം. അരമണിക്കൂറിന് ശേഷം എണ്ണ എടുത്തു നോക്കുകയാണ്. കേരയും അതുപോലെ തന്നെ കിലോ 480 രൂപ കൊടുത്ത് വാങ്ങിയ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും പാൽ നിറത്തിലായി. ഇനി കിലോ 320 രൂപയും 380 രൂപയും കൊടുത്ത് വാങ്ങിയ വെളിച്ചെണ്ണയ്ക്ക് അനക്കമേ ഉണ്ടായിട്ടില്ല. ഈ എണ്ണ 2 ലെയറായാണ് നിൽക്കുന്നത്. പൊതുവിപണിയിലെ എണ്ണയേക്കാൾ കുറഞ്ഞ വിലയായതിനാൽ വെളിച്ചെണ്ണ അല്ലാത്തൊരു വസ്തു സാധാരണക്കാരൻ വാങ്ങിക്കഴിക്കുകയാണ്. ചില ഹോട്ടലുകാരും കാറ്ററിംഗുകാരും നമ്മൾ അറിയാതെ നമ്മളെ ഈ എണ്ണ കഴിപ്പിക്കുകയാണ്. ഉയർന്ന വിലയിട്ട് വിൽക്കുന്ന ഈ എണ്ണ എന്താണ്? ആരാണ് ഇതൊക്കെ വിപണിയിൽ എത്തിക്കുന്നത്? നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തിയേ